അഭിമുഖ സംഭാഷണങ്ങൾ, പ്രത്യേകിച്ചും ടെലിവിഷൻ അഭിമുഖ സംഭാഷണങ്ങൾ ഒരു കല തന്നെയാണ്. ബി ക്യൂരിയസ് അബൌട്ട് പീപ്പിൾ ആൻഡ് ടോക്ക് വിത്ത് ദം എന്നാണ് ഈ മേഖലയിലുള്ള വിദഗ്ധർ നൽകുന്ന ഉപദേശം. ക്യൂരിയോസിറ്റി എന്ന ആകാംക്ഷയുടെ ചുവട് പിടിച്ചാണ് നമ്മുടെ ദൃശ്യമാധ്യമ പ്രവർത്തകർ ദിവസവും വൈവിധ്യമേറിയ വാർത്താ പരിപാടികൾ പ്രേക്ഷക ലക്ഷ്യങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. എന്തായാലും ഈ കാര്യം നന്നായി അറിയുന്ന, ഈ എലമെന്റിനെ നന്നായി പരിചരിച്ച ഒരു മാധ്യമ പ്രവർത്തകൻ നമുക്കിടയിലുണ്ട്. മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ, നമുക്കെല്ലാം സുപരിചിതനായ ശ്രീ ജോൺ ബ്രിട്ടാസ് ആണത്. കൈരളി ടിവിയിൽ അദ്ദേഹം അവതരിപ്പിക്കുന്ന JB ജംഗ്ഷൻ എന്ന പരിപാടിക്കിടയിൽ എത്ര തവണയാണ് ആകാംക്ഷയുടെ മുൾമുനയിൽ നാം ഇരുന്നു പോയിട്ടുള്ളത്. എത്രയോ തവണ വികാര വിക്ഷുബ്ധമായ നിരവധി മുഹൂർത്തങ്ങൾക്ക് നാം സാക്ഷ്യം വഹിച്ചു. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ അതിഥിയായി എത്തുന്നത് ശ്രീ ജോൺ ബ്രിട്ടാസ് തന്നെയാണ്. ശ്രീ ജോൺ ബ്രിട്ടാസ് നമുക്ക് നൽകുന്ന TV ഇന്റർവ്യൂ ടിപ്സ് എന്തൊക്കെയെന്ന് നമുക്കിനി ശ്രദ്ധിക്കാം. ഹായ്, നമസ്കാരം. ഞാൻ ജോൺ ബ്രിട്ടാസ്. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലുള്ള ജേർണലിസം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരിടമാണ് കണ്ണൂരിൽ. എന്തുകൊണ്ടെന്നാൽ ഞാൻ പഠിച്ച കോളേജാണ് സർ സെയ്ദ് കോളേജ്. സ്വാഭാവികമായിട്ടും ആ സർ സെയ്ദ് കോളേജിലെ വിദ്യാർത്ഥികൾ കൂടി ഈ ഒരു പരിപാടിക്ക് കീഴിൽ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. എല്ലാ വിദ്യാർത്ഥിനികൾക്കും എൻ്റെ ആശംസ. എന്നോട് ചോദിച്ചിരിക്കുന്നൊരു കാര്യം ഈ അഭിമുഖത്തിൻ്റെ വിദഗ്ധങ്ങളായിട്ടുള്ള വശങ്ങളെക്കുറിച്ചാണ്. അതല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഒരു അഭിമുഖത്തെ സമീപിക്കുന്നതെന്ന്. ആദ്യമായിട്ട് പറയാനുള്ളത്, അങ്ങനൊരു വ്യക്തമായൊരു സമീപനമില്ല. അങ്ങനെ രൂഢമൂലമായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവോ അതല്ലെങ്കിൽ പെർസെപ്ഷനോ ഒരു അഭിമുഖത്തെക്കുറിച്ച് നമുക്ക് ആർജിക്കാൻ കഴിയില്ല. അതിന് തനതായ ഒരു കാരണമുണ്ട്. ഇതൊരു സോഷ്യൽ സയൻസിൻ്റെ ഭാഗമാണ്. ഒന്ന്, ഒരു പ്രത്യേക മാനസികാവസ്ഥ അല്ലെങ്കിൽ സാഹചര്യം, സന്ദർഭം, ഇതൊക്കെ ഏത് അഭിമുഖത്തെയും മാറ്റിമറിക്കുക. നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരാൾ ഏത് മാനസികാവസ്ഥയിലാണ് വരുന്നതെന്ന് നമുക്കറിയില്ല. സ്വാഭാവികമായിട്ടും 2 ദിവസം മുമ്പുള്ള ഒരു അഭിമുഖത്തിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമായിരിക്കാം 2 ദിവസത്തിന് ശേഷമുള്ള ഒരു അഭിമുഖം. അതിൻ്റെ സാഹചര്യവും സന്ദർഭവും ഒക്കെ മാറുന്നതാണ്. അതുപോലെ തന്നെ ഇതിനകത്തൊരു റീടേക്കിൻ്റെ പ്രസക്തിയില്ല. ഇപ്പോൾ സിനിമയിലൊക്കെ ആണെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും സ്ക്രിപ്റ്റ് നോക്കി വീണ്ടും റീടേക്ക് ചെയ്യുക. പക്ഷേ ഒരു അഭിമുഖത്തിൽ അതിനുള്ള പോസിബിലിറ്റീസ് വളരെ കുറവാണ്. എങ്കിലും നെവർതലെസ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ അനുവർത്തിക്കുന്ന ചില മാർഗങ്ങളുണ്ട്. അത് മാർഗമായിട്ടല്ലാതെ അല്ലെങ്കിൽ എൻ്റെ ധാരണകളാണ്. അതിലൊന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനെ ഒരു സോഷ്യൽ സയൻസായി കണ്ട് നമ്മുടെ അതിഥിയായിട്ട് വരുന്ന ആളെ പൂർണ്ണമായിട്ടും ഒരു അതിഥിയായി കാണാനുള്ളൊരു മാനസികാവസ്ഥ നമുക്കുണ്ടാകും. അദ്ദേഹത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കാനുള്ള ഒരു ബാധ്യത അല്ലെങ്കിൽ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. അദ്ദേഹം നമ്മുടെ ഗസ്റ്റാണെന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടായിരിക്കും. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, പല അഭിമുഖങ്ങളും പൊളിഞ്ഞു പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മതിയായിട്ടുള്ള ഗ്രഹമാണ്, ഹോംവർക്ക് ചെയ്യുക. ഈ ഹോംവർക്കിൻ്റെ ഒരു പ്രാധാന്യം അത് ഏത് മേഖലയിലാണെങ്കിലും അതിന് വലിയ പ്രസക്തിയുണ്ട്. ഒരു അഭിമുഖത്തിൽ ഹോംവർക്കിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, കോണ്ടൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ആ ചേരുവ നമുക്ക് വേണമെങ്കിൽ വേർതിരിച്ച് കാണാൻ പറ്റും. നമ്മൾ അഭിമുഖം ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തി വേണമെങ്കിൽ അത്ര പ്രാധാന്യമുള്ള വ്യക്തിയായിരിക്കില്ല. പക്ഷേ എവറി ഗസ്റ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. എവറി ഇൻ്റർവ്യൂ ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ റെലവൻസ്. ഏത് അഭിമുഖത്തിലാണെങ്കിലും അതിൻ്റെ ഒരു പ്രസക്തി ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് വളരെയധികം അറിയാവുന്ന ഒരു അതിഥിയാണ്, ഒരു വ്യക്തിയാണ് നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്നതെന്ന് ആലോചിക്കുക. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് വേണ്ടത്ര ഹോംവർക്ക് ചെയ്യേണ്ടതില്ല. അത് വളരെ മോശപ്പെട്ട അല്ലെങ്കിൽ തെറ്റായിട്ടുള്ളൊരു സമീപനമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, എനിക്ക് 30-35 വർഷമൊക്കെ പരിചയമുള്ള അതല്ലെങ്കിൽ നന്നായിട്ട് അറിയാവുന്ന ആൾക്കാർ എൻ്റെ മുമ്പിൽ അതിഥിയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഞാൻ ഒന്നുകൂടി അവരെക്കുറിച്ച് അറിയാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അത് അങ്ങനെ ശ്രമിക്കുമ്പോൾ ഒരു പക്ഷേ ആ വ്യക്തിയുമായിട്ട് നല്ല സൗഹൃദം പുലർത്തുന്ന
പല ആൾക്കാരുമായിട്ട് നമ്മൾ സംസാരിക്കും, വളരെ ക്വിക്കായിട്ട്, അത് വളരെ കാഷ്വലായിട്ടായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. വേണമെങ്കിൽ ഒരു വലിയ രാഷ്ട്രീയ നേതാവാണെങ്കിൽ രാഷ്ട്രീയ നേതാവിൻ്റെ ഡ്രൈവറോട് സംസാരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയോട് സംസാരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് ഒരു ദൈനംദിന സഹവാസത്തിലുള്ള വ്യക്തികളോട് ചോദിക്കാം. അപ്പോൾ നമ്മൾ കാണുന്ന ആംഗിളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള മറ്റ് ചില ആംഗിൾ കൂടിയിട്ട് നമ്മുടെ ഈ അഭിമുഖത്തിലേക്ക് വരും. മൂന്നാമത്തെ ഒരു കാര്യം കംഫർട്ട് ലെവൽ. അത് പലപ്പോഴും പല ആൾക്കാരും അഭിമുഖത്തിന് വരുന്ന അതിഥിക്ക് വേണ്ടത്ര ഒരു കംഫർട്ട് സോൺ കൊടുക്കാറില്ല. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള അല്ലെങ്കിൽ സുഖകരമായിട്ടുള്ള ഒരു ഇടം ഒരുക്കി കൊടുക്കേണ്ടത് ഒരു അഭിമുഖം നന്നാകാൻ വേണ്ടിയിട്ട് അനിവാര്യമാണ്. ഇപ്പോൾ ഒരു ശത്രു സൈന്യത്തിന് മുമ്പിൽ നിൽക്കുന്ന പ്രതീതിയിലൊക്കെ ചില അഭിമുഖം നമുക്ക് കാണാൻ പറ്റും. എനിക്കതിനോട് യോജിപ്പില്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ അത് ആഗ്രഹിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ വിഭാവനം ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഞാൻ അതിനോട് ഒരിക്കലും താല്പര്യം കാട്ടാറില്ല. ചിലപ്പോൾ എൻ്റെ ഏതെങ്കിലും അഭിമുഖത്തിൽ അങ്ങനത്തെ എന്തെങ്കിലും തരത്തിലുള്ള പ്രതീതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അറിയാതെ സംഭവിച്ചായിരിക്കാം. പക്ഷേങ്കിൽ ഞാൻ ബേസിക്കലി അല്ലെങ്കിൽ ഫണ്ടമെൻ്റലി ഞാൻ വിശ്വസിക്കുന്ന ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, നമ്മുടെ അഭിമുഖത്തിന് വരുന്ന ഒരു വ്യക്തിക്ക് പരിപൂർണമായി സന്തോഷവും ആശ്വാസവും സുഖവും പ്രദാനം ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഒരുക്കി കൊടുക്കേണ്ട ഒരു ബാധ്യത ആരാണോ അഭിമുഖം ചെയ്യുന്നത് ആ വ്യക്തിക്ക് ഉണ്ട് എന്നാണ് ഞാൻ പരിപൂർണമായിട്ടും വിശ്വസിക്കുന്നത്. അതിന് പല ഗുണങ്ങളുണ്ട്. എന്താ കാരണത്തിൽ പലപ്പോഴും ചില പ്രജുഡിസസ് ഉണ്ടാകാം, മുൻവിധികളുണ്ടാകാം. ഈ മുൻവിധികളുടെ മുന ഒടിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. എനിക്ക് തന്നെ എൻ്റെ പല അഭിമുഖങ്ങളിലും ഞാൻ അഭിമുഖീകരിച്ചൊരു പ്രശ്നം, പല അതിഥികളും മുൻവിധിയായിട്ടാണ് വരിക. ബ്രിട്ടാസ് അപകടകാരിയാണ്, അതല്ലെങ്കിൽ ബ്രിട്ടാസിൻ്റെ ഈ ചോദ്യം വളരെ അപകടത്തിലേക്കായിരിക്കും നമ്മളെ നയിക്കുക. അങ്ങനെയുള്ള പല മുൻവിധികളും തലയിൽ കയറ്റിയിട്ടാണ് പലരും വരിക. അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ ഒന്നും വിട്ടു നിൽക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകും, അല്ലെങ്കിൽ അല്പം ഡിറ്റാച്ച്ഡ് ആയിട്ട് എന്താ പറയുക, ആ പ്രോസസ്സ് ആ ഒരു അഭിമുഖത്തിന് നൽകുന്ന ഒരു ഡ്രാഗിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള മുൻവിധികളെ മാറ്റാനും ആ വ്യക്തിക്ക് പരമാവധി കംഫർട്ട് കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഒരു ഇൻ്റർവ്യൂവർക്കുണ്ട്. അതിലൊന്ന്, ഞാൻ മാതാ അമൃതാനന്ദമയെ അഭിമുഖം ചെയ്യാൻ പോയ ആ ഒരു സന്ദർഭത്തെക്കുറിച്ചാണ്. അവർക്കും അവരുടെ ഉപദേഷ്ടാക്കൾക്കൊക്കെ എന്നെക്കുറിച്ച് പല മുൻവിധികളുണ്ടായിരുന്നു. സ്വാഭാവികമാണ്. ഞാൻ അവരെ ഏതെങ്കിലും തരത്തിൽ അപകടത്തിലാക്കുകയോ അല്ലെങ്കിൽ അസുഖകരമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയോ അവരെ വിമ്മിഷ്ടപ്പെടുത്തുകയോ എന്നൊക്കെയുള്ള, അല്ലെങ്കിൽ വേണ്ടത്ര ബഹുമാനം അവർക്ക് നൽകാതെ സ്വാഭാവികമായിട്ടും അവരുടെ ആരാധകരിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഞാൻ ഉളവാക്കുമോ എന്നൊക്കെയുള്ള ഒരുപാട് ആശങ്കകളും ഉത്കണ്ഠകളും അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കരുതലോടെയാണ് ആ അഭിമുഖത്തെ സമീപിച്ചത്. പക്ഷെ ആദ്യത്തെ ഒരു 2, 3, 4 മിനിറ്റിന് ശേഷം സ്വാഭാവികമായിട്ടും അവർ വളരെ കംഫർട്ടബിൾ ആയെന്ന് മാത്രമല്ല, എനിക്ക് നിശ്ചയിച്ചിരുന്ന സമയത്തിനപ്പുറത്തേക്ക് അവർ പോവുകയും അവസാനം എനിക്ക് വേണ്ടി ഒരു കീർത്തനം പാടി തരികയൊക്കെ ചെയ്തിട്ടാണ് ആ അഭിമുഖം അവസാനിച്ചത്. വളരെ സന്തോഷകരമായിട്ടാണ് ആ അഭിമുഖം അവസാനിച്ചത്. പല ചോദ്യങ്ങളോടും അവർ പല രീതിയിലാണ് പ്രതികരിച്ചതെങ്കിൽ പോലും എനിക്ക് തൃപ്തികരമായിട്ട് അവർ പ്രതികരിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് അവരുടെ പ്രൊറോഗേറ്റീവാണ്. അതെങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് അവരുടെ പ്രൊറോഗേറ്റീവാണ്. പക്ഷേ ആ അഭിമുഖം വളരെ സക്സസ്ഫുൾ ആയിട്ടാണ് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്. മറ്റൊരു അഭിമുഖം എനിക്ക് തോന്നിയത് ശ്രീ രവിശങ്കറിനെയാണ്. ഇതേപോലെ മുൻവിധികൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം നിശ്ചയിച്ചിരുന്ന സമയത്തിന് 40 മിനിറ്റോ 1 മണിക്കൂറായിരുന്നു. പക്ഷേ അത്ഭുതകരമായിട്ട് അഭിമുഖം 2.5-3 മണിക്കൂറോളം നീണ്ടു. മാത്രമല്ല നീതമായ ആ സ്ഥലത്ത് നിന്ന് അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ട് ആശ്രമത്തിൻ്റെ പല സ്ഥലങ്ങളിലും പോയി, ആനയുടെ അടുത്ത് പോയി ആനയ്ക്ക് കൂടി തീറ്റ കൊടുത്തു. ഒരു നല്ലൊരു മലയാളം പാട്ട്, ആലുവാപ്പുഴ പിന്നെയും ഒഴുകി, ആ ഒരു പാട്ട് അദ്ദേഹം എനിക്ക് വേണ്ടിയിട്ട് പാടിത്തരികയും ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ, നമ്മുടെ അതിഥിക്ക് നമ്മൾ നൽകേണ്ട മര്യാദ അല്ലെങ്കിൽ കംഫർട്ട് നമ്മൾ കൊടുത്തു പോകണം. അതിൽ ഒരു തരത്തിലുള്ള ഒരു കുറവും നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. നാലാമതൊരു പോയിന്റ് എനിക്ക് വളരെ പ്രസിദ്ധമായിട്ടൊരു പോയിൻ്റായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ, പല ഇൻ്റർവ്യൂകളും പരാജയപ്പെടാനുള്ള കാരണം ഒരു ഈവൻ ഗ്രൗണ്ട് ഇല്ലാത്തതാണ്. ഈവൻ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അഭിമുഖം ചെയ്യുന്ന ആളും അഭിമുഖത്തിന് വിധേയനാകുന്ന ആളും തുല്യമായ ഒരു സമതലത്തിൽ ഇരുന്നു കൊണ്ട് വേണം സംസാരിക്കാൻ. സമതലം ഉദ്ദേശിക്കുന്നത് കസേരയുടെ വലിപ്പച്ചെറുപ്പമല്ല, മറിച്ച് ദേ ഷുഡ് ബി ഈവൻലി പോയിസ്ഡ്.
ഒരു തരത്തിലുള്ള ഒരു ഡോമിനേഷനും അവിടെ പാടില്ല. അതായത് തുല്യ പരിഗണനയോടെയായിരിക്കണം രണ്ടുപേരും പരസ്പരം നോക്കിക്കാണുന്നത്. എന്തെങ്കിലും തരത്തിലുള്ളൊരു കോംപ്ലക്സ്, ഒരു സുപ്പീരിയറിറ്റി കോംപ്ലക്സോ അല്ലെങ്കിൽ ഇൻഫീരിയറിറ്റി കോംപ്ലക്സോ ഒരു അഭിമുഖത്തിൻ്റെ ഘടനയിലുണ്ടെങ്കിൽ ആ അഭിമുഖം ഒരിക്കലും വിജയിക്കില്ല. ചില ഇൻ്റർവ്യൂ ഒക്കെ ഞാൻ നോക്കാറുണ്ട്. ചില ആൾക്കാർ ഇരിക്കുമ്പോൾ എഡ്ജിലൊക്കെ പോയിരിക്കും. നമ്മുടെ കസേരയിൽ പൂർണ്ണമായി ഇരിക്കുന്നതിന് പകരം സൈഡിലേക്കൊക്കെയാണ് ഇരിക്കുക. എന്നുവെച്ചാൽ അപ്പോൾ തന്നെ ആ നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് മനസ്സിലാവും നമുക്ക് വേണ്ടത്ര കോൺഫിഡൻസ് ഇല്ല എന്ന്. അപ്പോൾ എപ്പോഴും ഒരു അഭിമുഖം ശരിയായ രീതിയിൽ പോകണമെങ്കിൽ ഒരു സമതലത്തിൽ ഇരുന്നു കൊണ്ട് വേണം, അല്ലെങ്കിൽ തുല്യ തലത്തിൽ ഇരുന്നു കൊണ്ട് വേണം ആ അഭിമുഖം നടത്താൻ വേണ്ടിയിട്ട്. അതിന് കാരണം എന്ന് വെച്ചാൽ പലപ്പോഴും ഒരു ഡോമിനേഷൻ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ചെരിവുള്ള സ്ഥലമെന്ന് വെച്ചു, ചെരിവുള്ള സ്ഥലത്തേക്കാണ് വെള്ളം ഒഴുകുന്നത്. അപ്പോൾ ഈ അഭിമുഖം ചെയ്യുന്ന ആൾക്ക് ആ ഒരു തുല്യ ബോധമില്ലെങ്കിൽ, ഒരു സമർശീഷ ബോധമില്ലെങ്കിൽ അയാളുടെ മുകളിലേക്ക് ആൾക്കാർ ഡോമിനേറ്റ് ചെയ്യും. അത് തിരിച്ച് ഡോമിനേറ്റ് ചെയ്യാൻ പാടില്ല. നമ്മുടെ വന്ന ഒരു അതിഥിയെ മുഴുവൻ ഡോമിനേറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ കുഴപ്പത്തിലാക്കുന്നതും ഒരു അഭിമുഖമല്ല. അത് വേറെ എന്തെങ്കിലും പേരിട്ട് വിളിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഈവൻ ഗ്രൗണ്ടിലായിരിക്കും. ഇപ്പം നമ്മൾ ഈ സീസോ എന്നൊക്കെ പറഞ്ഞ സാധനമാണ്. ഈ സീസോ വർക്ക് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ്? സീസോ വർക്ക് ചെയ്യണമെങ്കിൽ രണ്ട് ഏറെക്കുറെ തുല്യഭാരമുള്ള രണ്ടാൾക്കാർ അതിൽ ഇരുന്നാൽ മാത്രമേ സീസോ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യൂ. മറിച്ച് വലിയ ഭാരമുള്ള ഒരാളിരിക്കുകയും ഭാരം കുറഞ്ഞുള്ള ഒരാൾ അപ്പുറത്തിരിക്കുകയും ചെയ്ത് സീസോ വർക്ക് ചെയ്യില്ല. ഇറ്റ് വിൽ ബി ഗ്രൗണ്ടഡ്. അപ്പോൾ അതുകൊണ്ട് ഇൻ്റർവ്യൂ ഒരു സീസോയാണ്. നമ്മൾ കൊടുത്തും വാങ്ങിയും കൊടുത്തും കൊണ്ടും ഒക്കെ മുമ്പോട്ടും കൊണ്ടൊരു സാധനമാണ്. അപ്പോൾ അതിൽ ഒരു ഡോമിനേഷൻ ഈതർ വേ ഉണ്ടാകുന്നത് ആ ഇൻ്റർവ്യൂവിൻ്റെ ഭംഗിയെ, ചാരുതയെ എപ്പോഴും ഭംഗപ്പെടുത്തുന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി അഞ്ചാമത്തെ ഒരു പോയിൻ്റുണ്ട്. ചോദ്യങ്ങൾ നേർരേഖയിലായിരിക്കണം, സ്ട്രെയിറ്റ് ലൈനായിരിക്കണം. നമ്മൾ വളഞ്ഞിട്ട് പിടിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ ആ ചോദ്യം വേണമെങ്കിൽ മനസ്സിലാക്കാം, അല്ലെങ്കിൽ മനസ്സിലാകുന്നുണ്ടാകും. പക്ഷെ മനസ്സിലാക്കേണ്ടത് ഒരു ഇൻ്റർവ്യൂ എന്നുള്ളത് നമ്മുടെ അതിഥിയെ ഉദ്ദേശിച്ച് മാത്രമല്ല, സാധാരണ പ്രേക്ഷകരെ ഉദ്ദേശിച്ചാണ്. അങ്ങേർക്ക് മനസ്സിലായാൽ മാത്രം പോരല്ലോ. അങ്ങേർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ മാത്രം സംസാരിച്ച പിന്നെ അഭിമുഖത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അതൊരു രഹസ്യ സംഭാഷണമല്ലേ. നമ്മളെ കാണുന്ന, അഭിമുഖത്തെ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ ഒരു സാധാരണ പ്രേക്ഷകന് പോലും ഗ്രഹിക്കാൻ കഴിയുന്ന രീതിയിൽ ഋജുവായിട്ടുള്ള സ്ട്രെയിറ്റ് ലൈനിലുള്ള ചോദ്യങ്ങളായിരിക്കണം അഭിമുഖത്തിൽ വരേണ്ടത്. അതല്ലെങ്കിൽ വളവും തിരിവും ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ അഭിമുഖത്തിൻ്റെ ഗുണമേന്മയായിരിക്കും അത് ബാധിക്കുക. പിന്നെ ചില ചോദ്യങ്ങളുണ്ട്, ചില ആൾക്കാരുടെ ചോദ്യങ്ങൾ അതിന് നേരെ നിൽക്കാനുള്ള ഒരു ത്രാണി ഉണ്ടാവില്ല. ഏതൊരു ചോദ്യവും നേരെ നിൽക്കണം. നേരെ നിന്നാൽ മാത്രമേ ചോദ്യമാകൂ. പലരുടെയും ചോദ്യം നേരെ നിൽക്കാത്തതിൻ്റെ കാരണം എന്താണ്? ആ ചോദ്യത്തിൻ്റെ താഴെ വേണ്ടത്ര അറിവോ ധാരണയോ അതല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള ഒരു കാഴ്ചപ്പാടോ ഇല്ലാതെ പോകുന്നതുകൊണ്ടാണ് ഒരു ചോദ്യം നേരെ നിൽക്കാത്തത്. അപ്പം നല്ലൊരു ചോദ്യം നേരെ നിൽക്കണമെങ്കിൽ ആ ചോദ്യത്തിന് ഉപോത്ബലകമായിട്ടുള്ള അറിവ്, ധാരണ, കാഴ്ചപ്പാട് ആ ചോദ്യം ചോദിക്കുന്ന വ്യക്തിയുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇപ്പം നല്ലൊരു ചെടി നേരെ നിൽക്കണമെങ്കിൽ ആ ചെടിക്ക് വേണ്ടത്ര വളവും അതുപോലെ വെള്ളവും കിട്ടണം. എന്ന് പറഞ്ഞ പോലെ ഓരോ ചോദ്യത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു ഫെർട്ടിലിറ്റി കമ്പോസിഷൻ ഉണ്ട്. ആ കമ്പോസിഷൻ നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ആറാമത്തെ ഒരു പോയിന്റ്, പലപ്പോഴും നമ്മൾ I2I എന്നൊക്കെ പറയാറുണ്ട്. കണ്ണ്. എല്ലാ ചോദ്യങ്ങളും കണ്ണിൽ നോക്കി വേണം ചോദിക്കാൻ. ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. ചില ആൾക്കാർ ഉത്തരം പറയുമ്പോഴോ ചോദ്യം പറയുമ്പോഴോ കണ്ണിൽ നോക്കില്ല. കണ്ണിൽ നോക്കി തന്നെ സംസാരിച്ചാൽ മാത്രമേ സംസാരമാവുള്ളൂ. യഥാർത്ഥത്തിൽ കണ്ണ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ ജാലകങ്ങളാണ്. നമ്മുടെ നാവ് പറയുന്നതിനേക്കാൾ 10,000 മടങ്ങ് കാര്യങ്ങൾ വേണമെങ്കിൽ ഒരു കൺമിഴി പറയുന്നുണ്ടാകും. അപ്പോൾ കണ്ണിൽ നോക്കി ചോദിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും ചില ആൾക്കാർ കണ്ണിൽ നോക്കാതെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ നോക്കിക്കൊണ്ട് പല ചോദ്യങ്ങളും ചോദിക്കും. ആ ചോദ്യത്തിൽ ഒരു ആത്മാർത്ഥത ഉണ്ടാവില്ല, ആർജവം ഉണ്ടാവില്ല. അത് തന്നെയാണ് ഉത്തരത്തിൽ. നമ്മുടെ ചോദ്യത്തോട് നമ്മുടെ കണ്ണിൽ നോക്കി ഉത്തരം പറയുന്നില്ലെങ്കിൽ അർത്ഥം 100% അത് കളവായിരിക്കും. കളവല്ലേ എന്തുകൊണ്ട് നമ്മളോട് കണ്ണിൽ നോക്കി പറഞ്ഞുകൂടാ? അപ്പോൾ കണ്ണിൽ നോക്കി ചോദിക്കാത്ത ഒരു ചോദ്യവും ചോദ്യമാകുന്നില്ല,
നമ്മുടെ കണ്ണിൽ നോക്കി പറയാത്ത ഒരു ഉത്തരവും ആർജവമുള്ള ആത്മാർത്ഥതയുള്ള ഒരു പ്രതികരണം ആകുന്നില്ല. ഒരു വ്യക്തിയുടെ ആത്മാവിലേക്ക് നമുക്ക് ഉള്ളിടണമെങ്കിൽ, ആ വ്യക്തിയുടെ മനസ്സിലേക്ക് നമുക്ക് കയറണമെങ്കിൽ ആ വ്യക്തിയുടെ കൺമിഴികളിലൂടെ മാത്രമേ പറ്റൂ എന്നുള്ള പരമപ്രധാനമായിട്ടുള്ള ഒരു ആപ്തവാക്യം നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്നത് ഒരു ഇൻ്റർവ്യൂവർക്ക് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു തിരിച്ചറിവാണ്. ഇനി 7ാമത്തെ പോയിന്റ് ആയിട്ട് ഞാൻ കാണുന്നത്, ഒരു ഇൻ്റർവ്യൂവിന് അതിൻ്റേതായിട്ടുള്ള പേർപ്പസ്, ഒരു ലക്ഷ്യം, ഒരു അഭിമുഖവും ചെതറിപ്പോകാൻ പാടില്ല. എന്താണ് നമ്മളൊരു വ്യക്തി ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് എന്താണ് നമ്മുടെ പേർപ്പസ്? ഇപ്പം വളരെ ഇൻവേർട്ടർ കോമ കാലിക പ്രസക്തിയില്ലാത്ത ഒരു വ്യക്തിയാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് എന്നതുകൊണ്ട് ആ ഇൻ്റർവ്യൂവിന് ഒരു പർപ്പസ് വേണ്ടതില്ല എന്ന് നമ്മൾ ചിന്തിക്കരുത്. ഒരു സെലിബ്രിറ്റി, ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു വ്യക്തി, ഏത് വ്യക്തിയാണെന്ന് വെച്ചു, ആ വ്യക്തിയുടെ അഭിമുഖത്തിനൊരു പ്രസക്തിയുണ്ട്. നമ്മൾ അറിയാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന ചില മേഖലകളുണ്ട്. ആ മേഖലകളെക്കുറിച്ചുള്ള ഒരു ധാരണ, അതാണ് നമ്മുടെ മനസ്സിലെ ലക്ഷ്യബോധം. നമ്മളിപ്പോൾ ഒരു പുഴയിൽ ഒരു വള്ളത്തിൽ കയറി നമ്മൾ വള്ളം അഴിച്ചു വിടുമ്പോൾ എങ്ങോട്ടെങ്കിലും വള്ളം പോയിക്കോട്ടെ നമ്മൾ ചിന്തിക്കാറുണ്ട്? ഇല്ല. ഏത് യാത്രികനും, ഒരു ബോട്ട് യാത്രികനും ഒരു ലക്ഷ്യമുണ്ട്. ചിലപ്പോൾ ആ വള്ളം വേണമെങ്കിൽ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തത്തി കളിച്ചേക്കാം. അതതിൻ്റെ ഒരു ബ്യൂട്ടിയാണ്, അതിൻ്റെ ഒരു ചാമാണ്. പക്ഷേങ്കിൽ ആത്യന്തികമായിട്ട് ആ വള്ളം ഏതെങ്കിലും ലക്ഷ്യസ്ഥാനത്ത് അടുക്കുമെന്ന് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ അടുക്കാത്ത ഒരു വള്ളക്കാരനും സ്വാഭാവികമായിട്ടും ചരിത്രത്തിൽ സ്ഥാനം ലഭിക്കുന്നില്ല, അദ്ദേഹം വിസ്മൃതിയിലേക്ക്. അതുകൊണ്ട് ഒരു പർപ്പസ് നമുക്ക് ഉണ്ടാകണം. പിന്നെയുള്ളത് ഒരു 8ാമത്തെ പോയിന്റ്, നമ്മൾ അഭിമുഖം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടിയാണ്. ചില അഭിമുഖങ്ങൾ കാണും, ഞാൻ വ്യക്തികളെ എടുക്കില്ല, നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാരുടെ അടച്ചുപൂട്ടാൻ വേണ്ടിയുള്ള അഭിമുഖങ്ങളായിരിക്കും. അദ്ദേഹത്തിന് ഉത്തരം പൊട്ടിക്കുക. ചില ആൾക്കാർക്ക് ഭയങ്കര കൗതുകം, ഉത്തരം പൊട്ടിക്കുക. എനിക്കതിനോട് താല്പര്യമില്ല. എന്തിനാ ഉത്തരം പൊട്ടിക്കുന്നു? നിങ്ങളെന്തിനാ ഒരാളെ അഭിമുഖത്തിന് വേണ്ടി ക്ഷണിക്കുന്നു? നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് അറിയാനുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ നാവിലൂടെ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ, അദ്ദേഹത്തിന് പരിചിതമായ ചില കാര്യങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, കാഴ്ചപ്പാട്, നിലപാട്, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിൻ്റെ മൂടിക്കെട്ടിക്കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ? വേണം നൈമിഷികമായൊരു സുഖം കിട്ടാം. വേണമെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിനെ ഡോമിനേറ്റ് ചെയ്തു, അദ്ദേഹത്തിൻ്റെ മുകളിൽ ആധിപത്യം സ്ഥാപിച്ചു, അദ്ദേഹത്തിന് ഉത്തരം മുട്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു ബ്രേക്കിംഗ് ന്യൂസിൽ ഒരു സ്ക്രോളിനോ പ്രസക്തി ഉണ്ടാകും. പക്ഷേങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയെ നമ്മൾ അഭിമുഖം ചെയ്യുന്നത് ആ വ്യക്തിയിൽ നിന്ന് നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന പരിപൂർണമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. അതിന് പല ടെക്നിക്സും പല ആൾക്കാരും ഉപയോഗിക്കും. ഈ ടെക്നിക്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ സയൻസ് ആണ്. ഇപ്പോൾ ഒരു അഭിമുഖത്തിൽ ഉപയോഗിച്ച രീതികൾ വേണമെങ്കിൽ മറ്റൊരു അഭിമുഖത്തിൽ പ്രസക്തമായിരിക്കില്ല. ഓരോരുത്തരുടെ ടെമ്പർമെൻ്റ് ഉണ്ടാകും. ഓരോ വ്യക്തിക്കും ആ വ്യക്തിയുടേതായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ ഉണ്ടായിരിക്കാം. അതുകൂടി മനസ്സിലാക്കിയിട്ട് വേണമെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പലപ്പോഴും നമ്മളൊരു അഭിമുഖത്തിൽ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലഭിക്കാൻ വേണ്ടി വി മേ ഹാവ് ടു പ്രോഡ്, ഒന്ന് പ്രോഡ് ചെയ്യേണ്ടി വരും, ഒന്ന് പെർസ്യൂഡ് ചെയ്യേണ്ടി വരും. വി മേ ഹാവ് ടു ഇൻസ്റ്റിഗേറ്റ്, വി മേ ഹാവ് ടു പ്രൊവോക്ക്, വി മേ ഹാവ് ടു ഇൻഡ്യൂസ്, വി മേ ഹാവ് ടു കോംപ്ലിമെൻറ്റ്, വി മേ ഹാവ് ടു എൻകറേജ്. അങ്ങനെ പല തരത്തിലുള്ള ഭാവരീതികൾ നമ്മൾ പയറ്റേണ്ടി വരും. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഒരാളെ പ്രോഡ് ചെയ്യണം, പ്രൊവോക്ക് ചെയ്യണം, ഇൻസ്റ്റിഗേറ്റ് ചെയ്യണം, എൻകറേജ് ചെയ്യണം, കോംപ്ലിമെൻറ്റ് ചെയ്യണം. അല്ലാതെ ഒരു രീതി മാത്രമായിരിക്കില്ലത്. പക്ഷേ ഈ രീതി വേണമെങ്കിൽ വേറെ ആളെടുത്ത് വേണമെങ്കിൽ നടക്കുന്നുണ്ടാവില്ല. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, എനിക്കറിയില്ല ഇത് മറ്റുള്ളവർക്ക് പ്രസക്തമായ കാര്യമാണ്, പക്ഷേ എനിക്ക് അത് വളരെ പ്രസക്തമാണ്. ഒരു ബിറ്റ് ഓഫ് ഹ്യൂമർ, അതൊരു അഭിമുഖത്തിൽ വിരസത ഒഴിവാക്കാൻ വേണ്ടി മാത്രമല്ല, ചെറുതായിട്ട് ചില നർമ്മമുണ്ടെങ്കിൽ മാത്രമേ ഏത് അഭിമുഖവും സക്സസ്ഫുൾ ആവും. എന്താ കാരണം? ഈ ഹ്യൂമറിനൊരു പ്രത്യേകതയുണ്ട്. ആ ഹ്യൂമറിനെ കുറിച്ച് പറയുന്നത് ഇറ്റ് ബ്രിഡ്ജസ് ട്രെഞ്ചസ്. എന്താണ്? അതായത് പലപ്പോഴും നമ്മുടെ സംസാരത്തിനിടയിൽ നമ്മൾ അറിയാതെ ചില കിടങ്ങുകൾ തീർക്കപ്പെടും. അവിശ്വാസത്തിൻ്റെയോ സംശയത്തിൻ്റെയോ ഉത്കണ്ഠയുടെയോ ആകുലതയുടെയോ ഒക്കെ ചില ട്രെഞ്ചസ്, ചെറിയ കിടങ്ങുകൾ തീർക്കും. ഇങ്ങനെ തീർക്കപ്പെടുന്ന കിടങ്ങുകളെ അതിജീവിക്കണമെങ്കിൽ ഈ നർമ്മത്തിൻ്റെ പാലം അനിവാര്യമാണ്. പലപ്പോഴും വളരെ ഡിസ്കംഫീച്ചറുള്ള അസ്വസ്ഥത സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യത്തിൽ നിന്ന്
നമ്മൾ ഈ പറഞ്ഞ അഭിമുഖം ചെയ്യുന്ന ആളെയും കൊണ്ട് അല്ലെങ്കിൽ അതിഥിയെയും കൊണ്ട് നമ്മൾ കരകയറുന്നത് ഒരു നർമ്മത്തിൻ്റെ പാലത്തിലൂടെയാണ്. അപ്പം ഏതൊരു അഭിമുഖത്തിലും കുറച്ച് നർമ്മം നമുക്ക് കൈമുതലായിട്ട് വേണം. എന്തായിരിക്കും ഒരു ഇൻ്റർവ്യൂവിനെ സ്വാഭാവികമായിട്ടും അതിൻ്റെ പരിണതിയിലേക്ക് നയിക്കുന്ന കാര്യം? അതാണ് എൻ്റെ 10ാമത്തെ പോയിൻ്റായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഉപചോദ്യങ്ങൾ, സപ്ലിമെൻ്ററീസ്. നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാകും, ഹോംവർക്ക് ചെയ്തിട്ടുണ്ടാകും, ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടതിനെക്കുറിച്ചുള്ള ധാരണകൾ നമ്മുടെ തലയിലുണ്ടാകും. പക്ഷേങ്കിൽ ഏതൊരു അഭിമുഖത്തിൻ്റെയും ഏറ്റവും മാധുര്യമുള്ള അല്ലെങ്കിൽ പ്രസക്തമായ പല കാര്യങ്ങളും മുട്ടിടുന്നത്, ഉത്ഭവിക്കുന്നത് അത് സപ്ലിമെൻ്ററീസിലേക്ക്. എന്താണ് സപ്ലിമെൻ്ററി? ഉപചോദ്യങ്ങൾ. നമ്മളൊരു മൂലചോദ്യം ചോദിക്കുന്നു, ആ മൂലചോദ്യത്തോട് അദ്ദേഹം പ്രതികരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തെ അടിസ്ഥാനമാക്കി നമ്മൾ സൃഷ്ടിക്കുന്ന ഉപചോദ്യങ്ങളാണ് ഒരുപക്ഷെ ചോദ്യങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ കാമ്പും കഴമ്പും ഉള്ളതായി ഭവിക്കുക. പല വാർത്താ മുഹൂർത്തങ്ങളും സൃഷ്ടിക്കുന്നത് ഈ ഉപചോദ്യങ്ങളിലൂടെയാണ്. എന്താ കാരണം? മൂലചോദ്യങ്ങളെക്കുറിച്ച് ഈ നമ്മുടെ മുമ്പിൽ വരുന്ന അതിഥിക്ക് നല്ല ധാരണയുണ്ട്. നമ്മൾ എന്തായിരിക്കും ചോദിക്കാൻ പോകുന്നതിനെക്കുറിച്ച് അതിന് നല്ല ധാരണയുണ്ട്. പക്ഷേങ്കിൽ അദ്ദേഹത്തിന് പലപ്പോഴും അറിയാൻ കഴിയാത്തത് അദ്ദേഹത്തിൻ്റെ പ്രഥമ പ്രതികരണങ്ങളിൽ നിന്ന് നമ്മൾ സൃഷ്ടിക്കുന്ന ഉപചോദ്യങ്ങളെക്കുറിച്ചായിരിക്കും അദ്ദേഹത്തിന് വലിയ ധാരണയില്ലാത്തത്. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഫ്ലോയിൽ പെട്ടെന്ന് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകും. അപ്പോൾ ഈ ഉപചോദ്യങ്ങൾക്കൊരു പ്രസക്തിയുണ്ട്. ഈ ഉപചോദ്യം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഉപചോദ്യം ഒരു പക്ഷേ നമുക്ക് പഠിച്ച് ചോദിക്കാൻ പറ്റുന്നതാണ് ഉപചോദ്യങ്ങൾ അല്ല. എന്ന കാരണം നമുക്കറിയില്ല അദ്ദേഹം എന്താ പ്രതികരിക്കാൻ പോകും. അദ്ദേഹത്തിൻ്റെ പ്രതികരണം അറിഞ്ഞിട്ട് വേണമല്ലോ ഉപചോദ്യങ്ങൾ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഉപചോദ്യങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ള ചില ഫൗണ്ടേഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് ആ ഫൗണ്ടേഷൻസ്? നമ്മുടെ എക്സ്പെർട്ടൈസ്, നമ്മുടെ സ്കില്ല്, നമ്മുടെ ക്രാഫ്റ്റ്, നമ്മുടെ നോളജ്, നമ്മുടെ എക്സ്പീരിയൻസ്, ഇതൊക്കെ വളരെ പ്രധാനമാണ്. ഇതൊക്കെ നമ്മളെ സഹായിക്കും. നമ്മുടെ എക്സ്പീരിയൻസും സ്കില്ലും ക്രാഫ്റ്റും നോളജും നമ്മുടെ പെർസ്പെക്റ്റീവും ഇതൊക്കെ നമ്മളെ സഹായിക്കും. ഇതെല്ലാം കൂടെ കൂടിയ ചില ചേരുവകളാണ് ഒരുപക്ഷെ നമ്മുടെ ഈ പറഞ്ഞ ഉപചോദ്യങ്ങൾക്ക് കരുത്തും കാമ്പും ഒക്കെ പകർന്നു കൊടുക്കുന്ന കാര്യം. പിന്നെ 11ാമത്തെ കാര്യം, അത് ഞാൻ പലപ്പോഴും പല അഭിമുഖങ്ങളും കാണുന്നൊരു കാര്യമാണ്. 11ാമത്തെ, എല്ലാവർക്കും അറിയാവുന്ന അല്ലെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് കിട്ടാവുന്ന കാര്യങ്ങളെ ഒന്നും ചോദ്യങ്ങളാക്കി മാറ്റേണ്ട കാര്യമില്ല. ചില ഇൻ്റർവ്യൂകളൊക്കെ ചില ആൾക്കാർ നിങ്ങൾ ജനിച്ച ദിവസം ഏതാണ്, അതൊക്കെ ഗൂഗിൾ ചെയ്താൽ കിട്ടില്ല. നിങ്ങൾ ആദ്യം അഭിനയിച്ച പടം ഏതാണ്, ഗൂഗിൾ ചെയ്താൽ കിട്ടില്ല. നിങ്ങളുടെ അച്ഛൻ്റെ പേരെന്താണ്, ഗൂഗിൾ ചെയ്താൽ കിട്ടില്ല. നിങ്ങൾ ആദ്യം ഏത് കോളേജിലാണ് പഠിച്ചത്, ഗൂഗിൾ ചെയ്ത് കിട്ടില്ല. അപ്പം എല്ലാവർക്കും അറിയാവുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാൻ വളരെ എളുപ്പത്തിൽ പറ്റുന്ന ചോദ്യങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. അത് സന്ദർഭവശാൽ വരുന്നതിന് കുഴപ്പമില്ല. അതല്ലെങ്കിൽ വേറൊരു ചോദ്യത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അതിനെ നിമിത്തമാക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അതൊരു ചോദ്യമായിട്ട് അവിടെ എഴുന്നള്ളിച്ച് ആ ചോദ്യത്തോട് ഒരു മറുപടി വാങ്ങിച്ച് നമുക്ക് കിട്ടുന്ന വിലപ്പെട്ട ഒരു സമയം നഷ്ടപ്പെടുത്തേണ്ടതുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഒരു ഇൻ്റർവ്യൂവർ ചിന്തിക്കേണ്ട കാര്യമാണ്. 12ാമത്തെ ഡസൻ പൂർത്തിയാക്കാൻ പോവാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ടെലിവിഷൻ ഇൻ്റർവ്യൂയെ കുറിച്ചാണ് പറയുന്നത്. ടെലിവിഷൻ ഇൻ്റർവ്യൂവിൽ ഉത്തരങ്ങൾക്ക് മാത്രമല്ല പ്രസക്തി, നിശബ്ദതയ്ക്കും പ്രസക്തിയുണ്ട്. അതല്ലെങ്കിൽ ഒരു പുഞ്ചിരിക്കൊരു പ്രസക്തിയുണ്ട്, ഒരു പോസിനൊരു പ്രസക്തിയുണ്ട്, മുഖത്തിൽ വരുന്ന ഒരു ചുളിവിനൊരു പ്രസക്തിയുണ്ട്, കണ്ണ് ഒന്ന് മേൽപോട്ട് പോകുന്നൊരു പ്രസക്തിയുണ്ട്, കണ്ണ് നമ്മുടെ മുഖത്തു നിന്ന് അദ്ദേഹം വേറെ സ്ഥലത്തേക്ക് മാറ്റുന്നതിനൊരു പ്രസക്തിയുണ്ട്. ഇതെല്ലാം പ്രസക്തിയുണ്ട്. ഒരു അഭിമുഖത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ നിശബ്ദത ഉൾപ്പെടെയുള്ള എല്ലാ ചെറിയ ചെറിയ ചേരുവകളും ചേർന്നാണ്. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞു. ഞാൻ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇൻ്റർവ്യൂ ആണ്. അദ്ദേഹം മുഖ്യമന്ത്രിയായ സമയത്താണ് ക്ലിഫ് ഹൗസിൽ വെച്ചത്. എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കണമെന്നുണ്ട്. പക്ഷേ ആദ്യം തന്നെ അത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ അവസാനത്തേക്ക് വെച്ചു. നല്ലൊരു ചോദ്യം, പക്ഷേ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത സഹപ്രവർത്തകർ പറയുന്നൊരു കാര്യമുണ്ട്, തമാശയാണ്. കെയർഫുള്ളി കെയർലെസ് ആണ് അദ്ദേഹം. എന്ന കാരണം അദ്ദേഹം നന്നായിട്ട് കുളിച്ച് മുടിയൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഇരിക്കും. അത് കഴിഞ്ഞ് ഈ ഡ്രോയിങ് റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് ഒറ്റ തട്ടാണ്, അപ്പം മുട്ടിയെല്ലാം ഇങ്ങനെ ചതറിക്കളയും. അതിലാണ് കെയർഫുള്ളി കെയർലെസ് എന്ന് പറയുന്നത്. അതുപോലെ അദ്ദേഹം പുതിയ കതർഷക്കം മേടിച്ചു കഴിഞ്ഞാൽ അത് ഒന്നിനോ വല്ല കരിങ്കലിൻ്റെ ചീള് കൊണ്ടോ അതല്ലെങ്കിൽ ബ്ലേഡ് കൊണ്ടോ കീറും. ഇതൊക്കെ ഒരു അശ്രദ്ധ അല്ലെങ്കിൽ ഇതിങ്ങനെയൊക്കെയുള്ള രീതികളുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ പറയുന്ന കാര്യമാണ്.
അപ്പോൾ എനിക്ക് ആ ചോദ്യം ചോദിക്കണം. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, അല്ല മിസ്റ്റർ ഉമ്മൻചാണ്ടി, നിങ്ങളുടെ വളരെ അടുത്ത സുഹൃത്തുക്കൾ പറയുന്നൊരു കാര്യമാണ്, അത് അപവാദമായിരിക്കാം, പക്ഷേ എങ്കിൽ പോലും ഒരു ചോദ്യമാണ്. ചോദ്യം ഇതാണ്, അതായത് നിങ്ങൾ കെയർഫുള്ളി കെയർലെസ്, നിങ്ങൾ വളരെ തിരക്കുള്ള ഒരാളാണ്, അല്ലെങ്കിൽ വളരെ എന്താ പറയുക ദ്രുതഗതിയിൽ കാര്യങ്ങൾ കാണുന്ന ഒരാളാണ് എന്നൊക്കെയുള്ള ഒരു ധാരണ, ഇംപ്രഷൻ സൃഷ്ടിക്കാൻ വേണ്ടി പലപ്പോഴും ഈ അഭിമുഖത്തിൽ ഞാൻ കുളിച്ച് എല്ലാം മുടിയെല്ലാം ഈരിയ ശേഷം നിങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഒരു തട്ട് മുടിയാണ്, പിന്നെ ഉടുപ്പ് കീറിയിട്ട് ഒരു എന്താ പറയുക വളരെ കാഷ്വലായിട്ടുള്ള ലുക്ക് കൊടുക്കും. ഉമ്മൻചാണ്ടിക്ക് അതിനോട് പ്രതികരിക്കാൻ പറ്റില്ല എന്നറിയാം, പക്ഷേ അല്പനേരത്തേക്ക് ഒരു നിശബ്ദത, ഒരു പുഞ്ചിരി, എനിക്കത് മതിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ അല്പനേരത്തെ നിശബ്ദതയും പുഞ്ചിരിയാണ് എൻ്റെ ചോദ്യത്തിൽ കിട്ടിയിട്ടുള്ള മറുപടി. അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത ഒരാൾ, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗം എന്നെ വിളിച്ചു പറഞ്ഞു, ബ്രിട്ടാസ്, ആ അഭിമുഖത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്യുന്നത് നിങ്ങളുടെ ആ ചോദ്യവും അദ്ദേഹത്തിൻ്റെ ആ മറുപടിയാണ്. മറുപടി കൊണ്ടോ? ഇല്ല. എന്നാൽ മറുപടി ഉണ്ടായിരുന്നു. മറുപടി വളരെ വാചാലമായിരുന്നില്ല. അതുപോലെ തന്നെയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യത്തിൽ ഇതുപോലൊരു നിശബ്ദത ഉണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ കത്തിക്കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, SNDPയുടെ ജനറൽ സെക്രട്ടറി എന്താണ് ശ്രീനാരായണ ഗുരു എന്താ പറഞ്ഞത് ശ്രീ വെള്ളാപ്പള്ളി, അതായത് മദ്യം ഉണ്ടാക്കരുത്, മദ്യം കൊടുക്കരുത്, മദ്യം കുടിക്കരുത് എന്നൊക്കെ പറഞ്ഞ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായിട്ട്, അതുപോലെ SNDPയുടെ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് പ്രവർത്തിക്കുന്ന താങ്കൾ പിന്നെ കള്ളുഷാപ്പ് നടത്തുന്നു, ചാരായം വിൽക്കുന്നു. അല്ല, ഞാനതൊന്നും ചെയ്യുന്നില്ല എന്നത്. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിൻസിപ്പാൾ ബാറൊക്കെ നിങ്ങളുടെ അല്ലേ, അതന്നെയല്ലേ ഈ മദ്യം എന്ന് പറയുന്നത്. അപ്പോഴേക്കും പുള്ളി പറഞ്ഞു, അങ്ങനെയാണ് ടാറ്റയും ബിർളയല്ലേ വലിയ അബ്കാരികൾ, അവർക്കും ഡിസ്റ്റിലറികളൊക്കെ ഇല്ലെന്ന് ചോദിച്ചു. നല്ല ഉത്തരവാണ്. പക്ഷേ അപ്പോഴാണ് എന്നെ ചുക്കായിട്ടുള്ള എൻ്റെ ഒരു ചോദ്യം വന്നത്, അതിന് ടാറ്റയും ബിർളയും ഒന്നും വെള്ളാപ്പള്ളിയും SNDPയുടെ ജനറൽ സെക്രട്ടറി അല്ലല്ലോ. ആ ഒരു ചോദ്യത്തിൽ അദ്ദേഹം ഒരു എന്താ പറയുക ഒരു നിശബ്ദത, പെട്ടെന്നൊരു പോസ് നിശബ്ദത. എനിക്ക് ആ നിശബ്ദത വളരെ അനിവാര്യമായിരുന്നു. എന്താ കാരണം വെച്ചാൽ ആ നിശബ്ദതയാണ് എൻ്റെ ചോദ്യത്തിന് കിട്ടിയ ഏറ്റവും നല്ല മറുപടി. പക്ഷേ ഞാൻ അദ്ദേഹത്തിന് കൂടുതൽ ഒരു വിമ്മിഷ്ടം ഉണ്ടായിരിക്കാൻ വേണ്ടി ആ നിശബ്ദത റെക്കോർഡ് ചെയ്യപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഞാൻ പെട്ടെന്ന് ദ്രുതഗതിയിൽ വേറെ ചോദ്യത്തിലേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു അഭിമുഖത്തിന് ഒരുപാട് ചേരുവകളുണ്ട്, ഉത്തരങ്ങൾക്ക് പല ഭാവതലങ്ങളുണ്ട്. മാത്രമല്ല, ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, ഇതൊരു സോഷ്യൽ സയൻസാണ്, നമ്മൾ മനസ്സുകളെ ഇട്ടിട്ടുള്ള കളിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മനസ്സ് വേറൊരു മുഹൂർത്തത്തിൽ എന്താവും നമുക്കറിയാൻ കഴിയില്ല. ഇതൊക്കെ എൻ്റെ മനസ്സിലുള്ള ചില പോയിൻറ്റ്സാണ്. ഒരു പക്ഷേ വേറൊരാൾ അഭിമുഖത്തെ സമീപിക്കുന്നത് ഇതുപോലെ ആയിരിക്കില്ല, അങ്ങനെ ആകുകയും ചെയ്യരുത്. എന്താ കാരണത്തിൽ ഓരോരുത്തരും അവരുടെ ശൈലിയിൽ അഭിമുഖം ചെയ്യണമെന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. എൻ്റെ പ്രിയപ്പെട്ട കണ്ണൂരിലെ സർ സയ്യിദ് കോളേജിലെ, പയ്യന്നൂർ കോളേജിലെ ഒക്കെ ഞാൻ പഠിച്ച കോളേജുകളാണ്. അവിടെയൊക്കെയുള്ള ജേർണലിസം വിദ്യാർത്ഥികൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പക്ഷേ ഇതിനേക്കാൾ നല്ല രീതിയിൽ കാര്യങ്ങൾ ഗ്രഹിക്കാനും മനസ്സിലാക്കാനും പുതിയ കാര്യങ്ങൾ കണ്ടെത്താനുമുള്ള കഴിവ് എന്നേക്കാൾ നിങ്ങൾക്കുണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ടാറ്റ.